ഒരു മാറ്റവും ഇല്ല. രാവിലെ എഴുന്നേറ്റു, ഒരു ഗ്ലാസ് കാപ്പി ഇട്ടു. ഒരു ഗ്ലാസ് അല്ല കേട്ടോ, ഒരണ്ടാവെന്ന് വേണേൽ വായിക്കാം. ഒരണ്ടാവ് കാപ്പി ഇട്ടു, നേരെ ലിവിങ് റൂമിൽ. ഇനി എന്താ, അത് കുടിക്കുക തന്നെ. ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഇന്നിനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്ന് എന്താണ് എൻ്റെ ഭാവി കലാപരിപാടികൾ, ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഓർക്കുവേ, ജസ്റ്റിൻ കൊച്ചൊന്നും ഇല്ലാതെ വീക്ക് ഡേയ്സിൽ ഓഫ് കിട്ടുന്ന ഏറ്റവും നല്ലത്. ചുമ്മാ ഇരിക്കാം, നമ്മുടെ പണി തീർക്കാം, അത് കഴിഞ്ഞ് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്ന്. പക്ഷേ ചിലപ്പം ഞാൻ ഓർക്കും, ചുമ്മാ ഇരുന്ന് ഞാൻ മടുത്തു. ഞാൻ ഇങ്ങനെ കണ്ണോടിച്ച് നോക്കുമായിരുന്നു എന്താണ് എവിടെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് ഈ ഒരു സാധനം കൊണ്ട്, ഈ ചൂല് പോലെ ഇത് കണ്ടപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് എന്നോട് പറയാം, ഇതെന്താ കൊച്ചെ ചൂലെടുത്ത് ലിവിങ് റൂമിൽ വെച്ചേക്കുന്നതെന്ന്. പുള്ളിക്കാരിയും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലേ, ചൂലിൻ്റെ നടുക്ക് ഒരു പൂ കുത്തി വെച്ചിട്ട് കുത്തിച്ചാരി വെച്ചേക്കുന്ന പോലല്ലേ. ക്രിയേറ്റീവ് സെൻസ് ഇല്ലാത്ത മണ്ടി ആൻറ്റിയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ചിന്തിച്ചെങ്കിലും പിന്നെ ഞാൻ ഓർത്തു, ആൻറ്റി പറഞ്ഞതാണോ ശരി, അതോ ആ കടക്കാരൻ ഒരു ചൂല് ശരിക്കും ഉണ്ടാക്കി അതിലൊരു പൂ കുത്തി വെച്ച് എന്നെ പലിച്ച് ഇഷ്ടം പോലെ കാശടിച്ച് മാറ്റിയതാണോ? അങ്ങനെ ആവാൻ വഴിയില്ല. ഇതിപ്പോൾ കുറ്റിച്ചൂലെ പൂ വെച്ചതാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ തെങ്ങും തേങ്ങയും ഒന്നും ഇല്ലാത്ത നാട്ടിൽ നിന്ന് കുറ്റിച്ചൂല് കൊണ്ടുവന്ന് അത് കളറടിച്ച് അത് കുത്തിച്ചാരി വെച്ച് അകത്തൊരു പൂ വെക്കണേൽ നമ്മൾ എന്തിക്കണ്ടേ എത്ര രൂപ ചിലവ് വരും? അത് മാത്രമല്ല, ഈ ഒരു സാധനം ഉണ്ടാക്കണേൽ ആദ്യം തെങ്ങ കയറണം, പിന്നെ ഓല വെട്ടിയിടണം, ആ ഓല ചീകി ഈർക്കിലി എടുക്കണം, ഈർക്കിലെല്ലാം കൂടെ കളക്ട് ചെയ്തത് നാട്ടിൽ നിന്ന് ഫ്ലൈറ്റേ കയറ്റി ഇവിടെ കൊണ്ടുവരണം, പിന്നെ അത് കളർ ചെയ്യണം, പൂ പിടിപ്പിക്കണം, എന്തൊക്കെ കാര്യങ്ങളല്ലേ. പിന്നെ ഇന്ത്യൻ റുപ്പിയിൽ നിന്ന് UAE ദിർഹംസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര രൂപ വ്യത്യാസം വരും? അപ്പം പിന്നെ വലിയ നഷ്ടമൊന്നുമില്ല. കണ്ടില്ലേ, ചുമ്മാ ബോറടിച്ചിരുന്ന ഞാനാ എന്ത് പെട്ടെന്ന് എൻ്റെ ബോറടി അങ്ങ് മാറിക്കിട്ടത്. ഇതാണ് നമ്മൾ കാപ്പി കുടിച്ചാലുള്ള ഗുണം. അപ്പം ശരി, പോയച്ചും വരാം.